ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. മൂന്നാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. 4 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. കോവിഡ് വാക്സിൻ സൌജന്യമായി നൽകുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനൊരുങ്ങി യുഡിഎഫ്. ആരോപണം തള്ളി എൽഡിഎഫ്. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലുള്ളത് 60,029 പേർ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.93 ആയി ഉയർന്നു. മലങ്കര സഭാപള്ളി തർക്കവുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ വിവിധ പള്ളികൾക്ക് മുൻപിൽ പ്രതിഷേധിക്കാൻ എത്തിയ യാക്കോബായ സഭാവിശ്വാസികളെ തടഞ്ഞ് പോലീസ്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 29 പേർക്ക് കൂടി കോവിഡ് ബാധ. ശബരിമല സന്നിധാനത്ത് 36 പേർക്ക് വൈറസ് ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് കോവിഡ് പരിശോധന ശക്തമാക്കി. ഐഎസ്എല്ലിൽ ഇന്ന് 2 മത്സരങ്ങൾ. കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു മത്സരം രാത്രി 7:30. വാർത്തകൾ വിശദമായി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാംഘട്ട വോട്ടെടുപ്പ് നാളെ. ഇന്നലെ പരസ്യപ്രചാരണം അവസാനിച്ചതോടെ ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. ഈ ജില്ലകളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിച്ചു. 4 ജില്ലകളിലായി 76 വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. 354 തദ്ദേശ സ്ഥാപനങ്ങളിലായി 6867 വാർഡുകളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഈ മാസം 16 രാവിലെ 8 ആരംഭിക്കും. പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും കോവിഡ് ടെസ്റ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വോട്ടർമാർക്ക് ബൂത്തിൽ ശരീര ഊഷ്മാവ് അളക്കുന്നതുൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോളിംഗ് ബൂത്തിൽ വോട്ടർമാർ മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കുന്നുണ്ടെന്നും സാമൂഹിക അകലം പാലിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണമെന്നും കമ്മീഷണർ നിർദ്ദേശം നൽകി. നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റും അയക്കുന്നതിന് ഇന്ന് പോസ്റ്റ് ഓഫീസുകളിൽ പ്രത്യേക ക്രമീകരണം ഒരുക്കി. ഞായറാഴ്ച അവധിയായതിനാൽ പോസ്റ്റൽ ബാലറ്റുകൾ അയക്കുന്നതിന് തടസ്സം നേരിടാതിരിക്കാൻ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കത്ത് നൽകിയതിനെ തുടർന്നാണ് നടപടി. മൂന്നാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ ദിനമായ ഡിസംബർ 16-നും സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം ആയിരിക്കും. കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ സാംബശിവറാവു പറഞ്ഞു. ജില്ലയിൽ ആകെയുള്ള 2987 ബൂത്തുകളിൽ പ്രാഥമിക സൌകര്യങ്ങൾ അതത് റിട്ടേണിംഗ് ഓഫീസർമാർ മുഖേന പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മുഴുവൻ സൌകര്യങ്ങളും ലഭ്യമാകാത്ത ബൂത്തുകളിൽ താത്കാലിക സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. ജില്ലയിൽ വിവിധ ഇടങ്ങളിലാണ് വിതരണം നടക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന കണ്ണൂർ ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിച്ചു. ജില്ലയിൽ 20 കേന്ദ്രങ്ങളിലൂടെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. ത്രിതല പഞ്ചായത്തുകളിലെ വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികൾ ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് വിതരണം ചെയ്യുന്നത്. കാസർകോട് പോസ്റ്റൽ ബാലറ്റുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം ഉൾപ്പെടെ 9 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 2500-ലധികം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് പ്രതിനിധി പി ജഗന്നിവാസൻ. കാസർകോട് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡി സജിത് ബാബു അറിയിച്ചു. ഇന്നലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊട്ടിക്കലാശവും പരസ്യപ്രചരണവും അവസാനിച്ചതോടെ ഇന്ന് നിശബ്ദ പ്രചരണത്തിലാണ് എല്ലാ മുന്നണികളും. ജില്ലയിൽ 84 പ്രശ്ന ബൂത്തുകളും 43 അക്രമ സാധ്യതയുള്ള ബൂത്തുകളും മാവോവാദി സാന്നിധ്യമുള്ള 8 ബൂത്തുകളും ഉൾപ്പെടുന്നു. 2557 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചതായി ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ അറിയിച്ചു. കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ ഉള്ളവർക്കും സ്പെഷ്യൽ പോസ്റ്റ് ബാലറ്റ് സംവിധാനത്തോടുകൂടി വോട്ട് രേഖപ്പെടുത്തുന്നതിന് ജില്ലയിൽ 30 സ്പെഷ്യൽ പോളിംഗ് ഓഫീസറെയും 30 പോളിംഗ് അസിസ്റ്റന്റിനെയും നിയമിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മുതൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെയും വോട്ടെണ്ണൽ ദിനമായ ഡിസംബർ 16-നും കാസർകോട് ജില്ലയിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ ഡി സജിത് ബാബു അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ആകെ 3975 ബൂത്തുകളിലായി 6190 പോലീസ് ഉദ്യോഗസ്ഥരെ ക്രമസമാധാന പാലനത്തിന് നിയമിച്ചതായി ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം അറിയിച്ചു. ജില്ലയിലെ 304 പ്രശ്നബാധിത ബൂത്തുകളിലടക്കം പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു. കേരളത്തിൽ കോവിഡ് വാക്സിൻ സൌജന്യമായി നൽകുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വോട്ടർമാരെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് യുഡിഎഫ് കൺവീനർ എം ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കോവിഡ് വാക്സിൻ സൌജന്യമായി നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന യുഡിഎഫ് ആരോപണം തള്ളി എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ. എം ഹസന്റെ പ്രസ്താവന ബാലിശമെന്നും കോവിഡ് ചികിത്സയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്നും അദ്ദേഹം പറഞ്ഞു.
കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരു ശ്രമവും നടന്നിട്ടില്ലെന്നും അതിന്റെ ഒരാവശ്യവും ഇല്ലെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് വാക്സിൻ നൽകുമെന്ന് കേന്ദ്രം പറഞ്ഞതിനു പിന്നാലെ ഇക്കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്നലെ 5268 പേർ കോവിഡ് മുക്തി നേടി. അതേസമയം 5949 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ 32 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ കോവിഡ് മരണം 2594 ആയി. കോവിഡ്-19 മഹാമാരി എന്ന പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമുക്ക് കഴിയണമെന്നും അതിനായി വരും ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത കൈവരിക്കണമെന്നും അധ്യാപകനും നടനുമായ പ്രൊഫസർ അലിയാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം നാളെ നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ ഫലം വരും. പിന്നീട് വരുന്നതും ക്രിസ്മസ് ദിനങ്ങളാണ്, പുതുവർഷത്തിന്റെ ആഘോഷങ്ങളാണ്. പൊതുവെ എല്ലായിടത്തും ആളുകൾ ധാരാളമായി കൂട്ടം കൂടാനുള്ള സന്ദർഭങ്ങളാണ് ഇനി വരുന്നത്. ഒരു ജാഗ്രതയുമില്ലാതെ വളരെ അശ്രദ്ധമായിട്ട് അത്തരം ഒത്തുചേരലുകൾ നടക്കുകയാണ് എങ്കിൽ വലിയ അപകട സാധ്യത അതിനകത്തുണ്ട് എന്ന് നാം മനസ്സിലാക്കും. നിശ്ചയമായും ഇതിനെ നേരിടാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമെന്ന് പറയുന്നത് സൂക്ഷ്മമായ അകലം പാലിക്കുകയും നിഷ്ഠയോടുകൂടി ജീവിതചര്യകളിലൂടെ കടന്നു പോവുകയും മാസ്ക് ധരിക്കുകയും ഒക്കെ ചെയ്താൽ ഇതിനെ ഫലപ്രദമായി നേരിടാൻ കഴിയും എന്നുള്ളത് നിസ്സംശയമായ ഒരു കാര്യമാണ്. ഈ വരുന്ന ആഘോഷ ദിവസങ്ങളിലെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സൂക്ഷ്മതയോടെ ഇടപെടുകയും പെരുമാറുകയും ജാഗ്രതയോടെയും കരുതലോടെയും ജീവിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.93 ആയി ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 33,136 പേർ കൂടി രോഗമുക്തരായതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 93,57,464 ആയി. മലങ്കര സഭാ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലെ വിവിധ പള്ളികൾക്ക് മുൻപിൽ പ്രതിഷേധിക്കാനെത്തിയ യാക്കോബായ വിഭാഗത്തെ പോലീസ് തടഞ്ഞു. ജില്ലയിലെ വടവുകാട്, മുളന്തുരുത്തി, പിറവം പള്ളികൾക്ക് മുന്നിലാണ് പ്രതിഷേധം ഉണ്ടായത്. പള്ളികൾക്ക് മുൻപിൽ വിശ്വാസികൾ ഇപ്പോഴും നിലയുറപ്പിച്ച് പ്രാർത്ഥനായജ്ഞം നടത്തുകയാണ്. വൻ പോലീസ് സംഘം പള്ളികൾക്ക് മുൻപിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയ 52 പള്ളികൾ യാക്കോബായക്കാർക്ക് നഷ്ടമായതിനെ തുടർന്നാണ് പ്രതിഷേധം. മാന്താമംഗലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലേക്കും യാക്കോബായ വിഭാഗം നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ശബരിമല സന്നിധാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കോവിഡ് പരിശോധന ശക്തമാക്കി. പരിശോധനയിൽ 36 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരെ പമ്പയിലെത്തിച്ച് ജില്ലയിലെ വിവിധ കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 422 ജീവനക്കാർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 29 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 74 ആയി. പ്രമുഖ സാഹിത്യകാരനായ UA ഖാദറിന്റെ മൃതദേഹം ഉച്ചയ്ക്ക് തിക്കൊടിയിലെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ഇന്നലെ വൈകിട്ട് കോഴിക്കോട് വെച്ചായിരുന്നു അന്ത്യം. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ എന്നിവരടക്കം നിരവധി പ്രമുഖർ അനുശോചനം അറിയിച്ചു. ഒരു റിപ്പോർട്ട്. 1935 പഴയ ബർമയിലെ റംഗൂൺ ബില്ലിൽ ജനിച്ച UA ഖാദർ 7ാമത്തെ വയസ്സിൽ പിതാവിനൊപ്പം കൊയിലാണ്ടിയിൽ എത്തിയതു മുതൽ തുടങ്ങുന്നതാണ് കേരളവുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം. സാഹിത്യകാരൻ, ചിത്രകാരൻ, പത്രപ്രവർത്തകൻ തുടങ്ങി വിവിധ മേഖലകളിൽ 7 പതിറ്റാണ്ടോളം നിറഞ്ഞുനിന്ന അദ്ദേഹം 70ലേറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. തൃക്കോട്ടൂർ പെരുമയാണ് ഏറ്റവും ശ്രദ്ധേയമായ കൃതി. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5-ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ചെന്നൈയിൻ FCയെയും രാത്രി 7:30-ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെയും നേരിടും. 4 കളികളിൽ നിന്ന് 1 ജയവും 2 സമനിലയും വഴങ്ങിയ ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്താണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 3ാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. 4 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. കോവിഡ് വാക്സിൻ സൌജന്യമായി നൽകുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനൊരുങ്ങി UDF. ആരോപണം തള്ളി LDF. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിൽ ഉള്ളത് 60,029 പേർ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.93 ആയി ഉയർന്നു. മലങ്കര സഭാപള്ളി തർക്കവുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ വിവിധ പള്ളികൾക്ക് മുൻപിൽ പ്രതിഷേധിക്കാൻ എത്തിയ യാക്കോബായ വിശ്വാസികളെ തടഞ്ഞ പോലീസ്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 29 പേർക്ക് കൂടി കോവിഡ് ബാധ. ശബരിമല സന്നിധാനത്ത് 36 പേർക്ക് വൈറസ് ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് കോവിഡ് പരിശോധന ശക്തമാക്കി. ISLൽ ഇന്ന് 2 മത്സരങ്ങൾ. കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു മത്സരം രാത്രി 7:30-ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.